അപ്പൊ നമ്മളിന്ന് യാത്ര കൊടുങ്ങല്ലൂർക്കാണ് കേട്ടോ. തൃശ്ശൂര് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക്, ദേവിയുടെ അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ നല്ല ബെസ്റ്റ് മഴയാണ് പുറത്ത്. അന്തരീക്ഷം നിൽക്കണുണ്ടോ നോക്കി. അപ്പോൾ സമയത്ത് ഇപ്പോൾ 7:15. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ നമുക്ക് അമ്പലത്തിൽ നിന്നിട്ട് കാണാം. ഓക്കെ. അയ്യോ ഭയങ്കര മഴയാണ് കേട്ടോ. നമുക്ക് കണ്ണ് കാണാനില്ല, റോഡിൽ കണ്ണ് കാണാൻ പോയില്ല. നല്ല ബെസ്റ്റ് മഴയാണ്. മണ്ണൂത്തി എത്തിയിട്ടുള്ളൂ നമ്മൾ. മണ്ണൂത്തി നല്ല മഴയാണ്. ഇങ്ങനെ മഴ പെയ്താൽ ഈ വർഷം എന്താവുന്നൊരു പിടുത്തമില്ല. എൻ്റെ വൈഫ് ദേ പേടിച്ച് ഇറങ്ങിച്ചിരിക്കണ നോക്കി. മഴയും വെള്ളമൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ ദേ ഒല്ലൂരൊക്കെ എത്തിയപ്പോൾ മഴയൊന്നും തോർന്നു കേട്ടോ. അപ്പം നമ്മളിതേ ഒല്ലൂര് ശ്രീഭവനിൽ കയറി ചായ കുടിക്കാന്ന് വെച്ചു. അങ്ങനെ ദേ വൈഫിൻ്റെ ഒരു മസാല ദോശയും എനിക്ക് 2 ഉഴുന്നുവടയും പറഞ്ഞു. അങ്ങനെ നമ്മളിതേ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 9:30 ആയപ്പോഴാണ് എത്തിയത്. നോക്കിയേ നോക്കിയേ. അതേ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലല്ലാട്ടോ വന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സൈഡിൽ നിന്നായതുകൊണ്ട് ഇവിടെ നിന്ന് കയറി. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ടേജ്. ഭയങ്കര രസമാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ. ആലാണ് കൂടുതലും എല്ലാം. അവിടെ ആലടിപൊളിയായിട്ട് വളർന്നതാണ്. നല്ല ആംബിയൻസ് ആണ് ഫ്രണ്ടിൽ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ് വഴി. മെയിൻ എൻട്രൻസ് അപ്പുറത്താണ്. നമ്മളിതിലേ കയറി. ഇതിലാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇത് നമ്മൾ കയറുമ്പോഴുള്ള രംഗമാണ്. ഇനി നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലെത്തി നമ്മൾ തൊഴുകാനുള്ള പരിപാടി കേട്ടോ. ഇനിയിപ്പോൾ തൊഴുത് ഇറങ്ങണം. അപ്പോൾ തൊഴുത് ഇറങ്ങി എൻ്റെ വൈഫ് അവിടെ നിന്ന് കുറച്ച് ചന്ദനമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ തൊഴുത് ഇറങ്ങി കഴിയുമ്പോൾ കാണുന്ന സംഭവമാണ് ഇത്. തവിട്ടുമുത്തി. അവിടെ കുട്ടികളുടെയൊക്കെ അസുഖങ്ങൾ മാറുന്ന പറഞ്ഞത്. അവിടുത്തെ തവിട്ട് ഇങ്ങനെ നമ്മൾ ഒഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞതേ ഇനി ചുറ്റമ്പലം ചുറ്റാൻ വേണ്ടി പുറത്തിറങ്ങി. ഇച്ചും പെണ്ണും ഹാപ്പി ആയിട്ട് അമ്പലം ചുറ്റി വരുന്നുണ്ട്. ആൾ ഭയങ്കര സന്തോഷത്തിലായിട്ടുണ്ട്. കാരണം നല്ല അന്തരീക്ഷമാണ്. നമ്മൾ ചെന്നപ്പോൾ മഴയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ നമ്മളവിടെ നിന്ന് എൻ്റെ പെണ്ണിന് ഞാൻ കുറച്ച് ചന്ദനം വരച്ചു കൊടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടിയായിട്ട് ഇച്ചുവിനെ നിർത്തിയിട്ട് ഇച്ചുവാണ് എന്ത് ചെയ്താൽ താഴെ നിൽക്കില്ല. കാരണം മഴ പെയ്ത് ആകെ തണുത്ത് കിടക്കണ കാരണം ആൾക്ക് നിലത്ത് നിൽക്കാൻ മടി. പക്ഷേ അത് കാരണം ആളുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത കാരണം ആളെടുത്ത് കൈ പിടിച്ച് കുറേ ഫോട്ടോസ് എടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കും. പക്ഷേ ഫോട്ടോ എടുക്കാൻ ആൾ ഒറ്റയ്ക്ക് നിൽക്കില്ല. അങ്ങനെ ഞാൻ അവളെ എടുത്തുനിന്ന് വട്ടം കറങ്ങി. എന്നിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ റൗണ്ട് എത്തുന്ന ഭാഗമാണ്. ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ഇഷ്ടംപോലെ ആംബിയൻസ് ഉണ്ട്. അങ്ങനെ ലാസ്റ്റിൽ നമ്മൾ തൊഴുതിറങ്ങിയതാണ് കേട്ടോ. അമ്പലത്തിൻ്റെ 15 ദിവസമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതും കൂടെ തൊഴുതിറങ്ങി. അവിടുന്ന് വഴിപാട് ചീട്ട് എഴുതി ഒരു കുപ്പി പായസം വാങ്ങി. നെയ് പായസം അവിടെ നിന്ന് വാങ്ങി. ഞങ്ങളിത് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കുറേ പ്രാവ് നെച്ചൂരിന്ന് കളിപ്പിക്കാൻ വെച്ചപ്പോൾ പ്രാവിനെ കാണിച്ച് നിന്ന വഴിക്കാണ് അന്തരീക്ഷം അങ്ങോട്ട് ഒറ്റ മാറലാണ്. പിന്നെ അങ്ങോട്ട് ഭയങ്കര മഴ അങ്ങോട്ട് പെയ്തു. മഴ എന്ന് പറഞ്ഞാൽ അന്യായ മഴ. ഈ നിന്ന സ്ഥലമൊക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കളയും. അങ്ങനെ മഴയും കണ്ടില്ല. ഒരു 10-20 മിനിറ്റ് നമ്മൾ മഴയത്ത് പോസ്റ്റായിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നപ്പോൾ മഴ. അങ്ങനത്തെ നമ്മൾ എൻട്രൻസിൽ കയറാൻ നേരത്തെ കണ്ട ഭൂമിയാണ്. അത് നോക്കിയപ്പോൾ വെള്ളത്തിൽ മുങ്ങി. അതിൻ്റെ ഇടയിൽ കല്യാണക്കാർ വരുന്നു. കല്യാണ പെണ്ണും ചെക്കനും വെള്ളത്തിൻ്റെ ഇടയിലായിട്ടാണ്. നമ്മൾ കയറുമ്പോൾ കണ്ട സ്ഥലമാണ്. മിനിറ്റ് കൊണ്ട് വെള്ളം ഇങ്ങനെ മുങ്ങി. അങ്ങനെ നമ്മുടെ കൊടുങ്ങല്ലൂർ യാത്ര അവസാനിച്ചു കേട്ടോ. നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് വണ്ടി കയറിയിട്ടുണ്ട്. ഭയങ്കര മഴ, അന്യായ മഴ. നമ്മൾ നനഞ്ഞിട്ട് വന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നലെ ഇത്രേ ഉള്ളൂ. താങ്ക് യു. ടാറ്റ എടുത്തേ. ആ നനഞ്ഞു. ഞങ്ങൾ ആകെ നനഞ്ഞു.